വാഴ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വാഴ എന്ന സിനിമയെ കുറിച്ചാണ്. ആനന്ദ് മേനോൻ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ വിപിൻ ദാസ് സ്ക്രിപ്റ്റ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുള്ള വാഴ എന്ന സിനിമ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫൺ റൈഡാണ്. നമ്മുടെ ആദ്യ പകുതി എടുത്തു കഴിഞ്ഞാൽ വാഴ നമ്മുടെ അതിൽ ലീഡ് ചെയ്തിരിക്കുന്ന സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അമിത് മേനോൻ തുടങ്ങിയവരാണ്. അതിലെനിക്ക് അവർ രണ്ടുപേരും ഓക്കെ ആയത്. അമിത് മേനോൻ ചില സീനിൽ ഒരു ചെറിയൊരു കുറവായിട്ട് തോന്നിയിട്ടുണ്ട്, എങ്കിലും ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ സിനിമ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫൺ റൈഡാണ്. ഒപ്പം സെക്കൻഡ് ഹാഫിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ ഇമോഷണൽ സീനുകൾ ഉണ്ട്. സോ ആദ്യ പകുതിയിൽ നമ്മളെ റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലുള്ള കുറച്ച് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ വെച്ചിട്ടുള്ള ഒരു ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ, സൗഹൃദത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കൊച്ചു കൊച്ചു തമാശകളെല്ലാം കൂടെ നാട്ടിലെ ആളുകളും, അങ്ങനെ ഒരു സിനിമ പേര് പറയെ തന്നെ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന പിള്ളേർ, കുറച്ചിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന കുറച്ച് പിള്ളേരുടെ ഒരു കഥ തന്നെയാണ് വാഴ എന്ന സിനിമ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫൺ റൈഡിന് ശേഷം സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല ഇമോഷണലി ഹുക്ക് ചെയ്യുന്നൊരു സിനിമയാണ്. ആദ്യ പകുതിയിലൊക്കെ ഫുൾ ഓഫ് ചിരിച്ച് രസിച്ച് കണ്ടപ്പോൾ രണ്ടാം പകുതി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമോഷൻസ് ഒക്കെ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നൊരു സിനിമയാണ്. ഇത് മക്കളുടെ മാത്രം കഥയല്ല, വാഴകളുടെ അച്ഛന്മാരുടെ കൂടെ കഥയാണ്. അപ്പോൾ അവരുടെ അച്ഛന്മാരുടെ ഇമോഷൻസ് ഒക്കെ നന്നായി വർക്കായിട്ടുണ്ട്. അവർ നല്ല കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് നമ്മുടെ അസീസ് ആയാലും നോബി ആയാലും ജഗദീഷ് ചേട്ടനായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആ റോൾസൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാഷിർ, പുള്ളിയുടെ ഒരു പ്രസൻസ് ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു ഭയങ്കര ഒരു അപ്ലോസ് ഉണ്ട്. കാരണം തിയേറ്ററിൽ ഭയങ്കരമായ റെസ്പോൺസ് പുള്ളിൻ്റെ ഒരു പ്രസൻസ് തന്നെയാണ്. മെയിൻ ലീഡ് റോള് സിജു സണ്ണിയും ജോമോനും അവരൊക്കെയാണ് ചെയ്തതെങ്കിലും പുള്ളിക്ക് കിട്ടുന്നൊരു ക്രൗഡിൻ്റെ ഒരു അപ്ലോസ് കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷവും കൂടി ഉണ്ട്. അവരുടെ ഒരു ഗ്യാങ് ഒക്കെ സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വളരെ കുറച്ചൊരു ഇതേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിലോട്ട് ലീഡ് വെച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതിൽ ഫുൾ ഓഫ് അവരുടെയാണെന്നാളെ ഉള്ളതാണ് ഇതാണ്. അതിൻ്റെ കോമഡീസും അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു സിനിമയിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതിനൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അവരും അത്യാവശ്യം നല്ല രീതിയിലുള്ള അവരുടെ മാനറിസം ഒക്കെ നന്നായി വർക്കായിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഹാഷിറിൻ്റെ എനിക്ക് ആ ഒരു എന്താ പറയുക, ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ച ഒരു ഇതുണ്ടായിരുന്നു. ഹാഷിറിനെ കാണിച്ചുകൊണ്ട് തന്നെ ഫുൾ ഓഫ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ക്രൗഡ് പുള്ളിങ് ലെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ നിങ്ങൾക്ക് പറയാനുള്ളതാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കുറച്ച് പിള്ളേർ ഒരു ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ നടക്കുന്നു. അതിൻ്റെ കുറച്ച് തമാശകളുള്ള ആദ്യ പകുതിയും രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ അച്ഛന്മാരുടെ എമോഷൻസ് കൂടിയാകുമ്പോൾ വളരെയധികം കണക്റ്റ് ആകുന്ന ഒരു സിനിമ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ എൻഡിങ് കുറച്ചുകൂടെ ഒരു കുറവായിട്ട്, എനിക്ക് കുറവ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ഫൺ മൂവി കാണുന്നപ്പോൾ അതിൻ്റെ അതിനേതായിട്ടുള്ള ഒരു എൻഡിങ് തന്നെയാണ്. അല്ലാതെ കൂടുതലായിട്ട് ചിന്തിച്ചാൽ മാത്രമേ കൂടുതൽ കുഴപ്പങ്ങളൊക്കെ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു ക്രൗഡിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കണ്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു ഫൺ എൻ്റർടൈനർ തന്നെയാണ് വാഴ. അപ്പോൾ ധൈര്യമായിട്ട് കാണാം. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, ഇമോഷൻസും വർക്കായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. പിന്നെ ബേസിൽ ജോസഫിൻ്റെ പ്രസൻസ് സിനിമയിൽ അടിപൊളിയാണ്. പിന്നെ ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു പോയി. പിന്നീട് എമോഷൻ ട്രാക്ക് പിടിച്ചു. അപ്പോൾ അച്ഛന്മാർക്ക് വേണ്ടി നന്നായി തിരിച്ചു വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. സിനിമ ഈ ത്രൂ ഔട്ട് ഒരു ഫൺ മൂവിയാണ്. അപ്പോൾ അതിന് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ എൻഡിങ്ങും അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അല്ലാതെ ലാസ്റ്റ് ഇവരൊക്കെ വലിയ ആളുകളായി തിരിച്ചെത്തുന്നു, നാട്ടുകാരെ കൊണ്ട് വായിപ്പിക്കുന്നു, അങ്ങനെ അച്ഛനും മകളും കൂടെ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളും, അങ്ങനെ ഒരു സ്ഥിരം സെറ്റപ്പിലോട്ടൊന്നും സിനിമ പോകുന്നില്ല. ഫുൾ ഓഫ് ഫൺ. അപ്പോൾ നിങ്ങൾ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.